അപ്പം മിസ് ഇന്ന് വന്നിരിക്കുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിന്റെ സജഷൻസുമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ക്യാരക്ടർ സ്കെച്ചസ് ആണ്. നിർബന്ധമായിട്ടും ക്യാരക്ടർ സ്കെച്ചസ് വരുന്നതായിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് പ്രിഫറൻസ് നാഷണലിൽ നിന്നാവാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വേറെ എൻ ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് ആവാം, അതുമല്ലെങ്കിൽ വോറിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, ഒരുപാട് പോയട്രി അപ്രീസിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം സീഡ്ലിംഗ് ആവാം, അല്ലെങ്കിൽ മിറർ ആവാം. അപ്പം മിസ്സ് നോക്കിയിട്ട് ചാൻസ് എന്നുള്ളത് മിസ്സ് കാണുന്നത് സീഡ്ലിങ്ങിനും മിസ് ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ സോങ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് എന്താണ് നരേഷൻ എഴുതണം, അതും അല്ലെങ്കിൽ ഒരു ലോങ് പാസേജ് എഴുതാൻ വരുന്നുണ്ട്, സെൻറ്റൻസ്. പിന്നെ എന്താണ്, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വരുന്നുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണം ഒരാളെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ലോങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ എന്താണ്, നിങ്ങൾ കമ്പയർ ചെയ്യാനായിട്ട് ഇപ്പം മാർക്ക് ആന്റണിയുടേത് മിക്കപ്പോഴും വരുന്നത് കമ്പാരിഷൻ ആണ്. അതും അല്ലെങ്കിൽ എന്താണ്, ആ ചാപ്റ്ററിൻ്റെ ഒരു അനാലിസിസ് ചോദിച്ചുകൊണ്ടുള്ളതാണ് പിന്നെ ചോദ്യം വരാൻ സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യുക മാർക്ക് ആന്റണി എത്രത്തോളം നല്ലൊരു ഒറേറ്റർ ആണെന്ന്, അദ്ദേഹത്തിന് എത്രത്തോളം ലോയൽറ്റി ഉണ്ടെന്ന്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു മോബിനെ, സീസറിന് എതിരെ നിന്നിരുന്ന മോബിനെ സീസറിനെ വലിയൊരു നല്ല മനുഷ്യനായി കാണാൻ മാത്രം കാരണമാകുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ബ്രൂട്ടസിൻ്റെ സ്പീച്ചും ആന്റണിയുടെ സ്പീച്ചും തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഈ പാട്ട്, നമുക്ക് തന്നിരിക്കുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെയും കമ്പാരിഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ ഇപ്പം മിറർ എന്ന് പറയുന്ന കവിത തന്നിട്ട് നമുക്ക് വേറൊരു കവിത തന്ന് കമ്പാരിസൺ ചെയ്യാനും വരാൻ സാധ്യതകളുണ്ട്. പിന്നെയുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഫോർമാറ്റ്സ് ആണ്. ലെറ്ററിൻ്റെ ഫോർമാറ്റ്, ഇമെയിലിൻ്റെ ഫോർമാറ്റ്, ഇൻവിറ്റേഷൻ്റെ ഫോർമാറ്റ്, നോട്ടീസിൻ്റെ ഫോർമാറ്റ്, ഇതിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഫോർമാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്പീച്ചും വരുന്നതാണ്. നമ്മളപ്പോൾ എന്താണ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും അറ്റ്ലീസ്റ്റ് ബേസിക് തീംസും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി എന്നൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം മിക്ക ചോദ്യങ്ങളും നമുക്ക് വരാറ് ഇതുപോലെയുള്ള ഫോർമാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് സെർട്ടൺ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കുകയും ചെയ്യണം. അതുപോലെ എല്ലാത്തിൻ്റെ ഫോർമാറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫോർമാറ്റിനും നമ്മൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. കാരണം നമുക്ക് എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്, 90 എബവ് ആണ്. അന്നേരം എന്തൊക്കെ പറഞ്ഞാലും യു ഹാവ് ടു ഗെയിൻ മാർക്സ് ഇൻ ദ ഫോർമാറ്റ്സ്. അപ്പം ഫോർമാറ്റ് മറന്നു പോയിട്ട് മാർക്ക് ലൂസ് ചെയ്യാൻ പാടേയില്ല. അപ്പം കാണാപ്പാടം പഠിക്കുക ഫോർമാറ്റ്സ് എല്ലാം. ഓക്കെ.